ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറുപ്പ് കണ്ട് ഐ വിറ്റ്നസ് ദ പ്രൈം സൂര്യ. ഓക്കെ, സൂര്യ പടമല്ല, ഐ വിറ്റ്നസ്ഡ് പ്രൈം സൂര്യ. അതായത് ഒരുപാട് നാൾക്ക് ശേഷം, ഒരു പക്ഷേ സിംഗം 2 അല്ലല്ല 24 ശേഷം ഒരു കംപ്ലീറ്റ് സൂര്യ അഴിഞ്ഞാട്ടം ഞാൻ തിയേറ്ററിൽ കണ്ടു. അമ്മാതിരി ഒരു മേക്കിങ്ങോട് കൂടിയാണ് സൂര്യയെ കിടിലനായിട്ടാണ് ആർ ജെ ബാലാജി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പുള്ളിയിൽ നിന്ന് ഫാൻസിന് പോലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു സൂര്യ നല്ലോണം പ്രസന്റ് ചെയ്യുമെന്ന്. സൂര്യയുടെ കഴിഞ്ഞ പടങ്ങളൊക്കെ പോലെ എതിർക്കത്തുനിന്നവനൊക്കെ ഉണ്ടല്ലോ, അതേപോലെയൊക്കെ ഒരു പടമായിരിക്കും ഇതെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ പീക്ക് എലിവേഷൻ സീൻസ് ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സൂര്യ വരുന്ന ഓരോ സീനും കിടിലോ. സൂര്യ വരുന്ന എല്ലാ സീനും കിടിലിനായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആർ ജെ ബാലാജി ഒരു പക്കാ സൂര്യ ഫാൻ എന്ന രീതിയിൽ നിന്നിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയാം. അൻപാന ഫാൻസ് പോയി കണ്ടോ, തിയേറ്ററിലേക്ക് വിട്ടോ, നിങ്ങൾക്കുള്ളതെല്ലാം ആ ഒരു സിനിമയ്ക്കകത്തുണ്ട്. പക്ക ഒരു ഫാൻ ട്രീറ്റ് തന്നെയാണ് ഈ ഒരു സിനിമ ഫുള്ള്. ശരിക്കും ഐ എം നോട്ട് എ സൂര്യ ഫാൻ എന്നൊന്നും പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളല്ല ഞാൻ ഒരു പക്ക ഒരു വിജയ് ഫാനാണ്. പക്ഷെ സൂര്യ ഇഷ്ടക്കുറവൊന്നുമില്ല, ഇഷ്ടമാണ്. ആ ഒരു രീതിയിൽ ഞാൻ നല്ല എൻജോയ് ചെയ്താണ് ഈ ഒരു പടം ഫുള്ള് കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് വെൽ മെയ്ഡ്, കിടിലനായിട്ട് ചെയ്ത് ആ ഒരു ഇന്റർവൽ പോർഷനിലെ ആ ഒരു ഫൈറ്റ് സീനൊക്കെ പഴയ ഒരു സിംഹത്തിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടല്ലോ, അതേ ലെവലിൽ ഒരു റൊമാൻറ്റിഫിക്കേഷനോട് കൂടി കൊണ്ട് എൻഡ് ചെയ്ത് വയ്ക്കുന്ന ഫസ്റ്റ് ഹാഫ് നല്ല വെൽ മെയ്ഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും കുറെ ലാഗ് സീൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, സൂര്യ സ്ക്രീനിൽ വരുന്നു, അവിടെ എൻഗേജ്ഡ് ആണ്. ആ ഒരു രീതിയിൽ പക്ക ഒരു വൺ മാൻ ഷോ ആണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ആ കഥയുടെ ഒരു പോക്കിന്റെ ഒരു ഒഴുക്കുണ്ടല്ലോ, അത് ഒരുപാട് തടസ്സപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു ഫ്ലോ ഇല്ലാത്ത പോലെ ഒരു ഫീല് സെക്കൻഡ് ഹാഫ് മൊത്തത്തിലുണ്ട്. പക്ഷെ സൂര്യ വരുന്ന സീൻസ് ഒക്കെ ശരിക്കും തിയേറ്ററിൽ ആഘോഷിക്കാൻ, അത് പടം തുടങ്ങി അവസാനിക്കുന്ന വരെ സൂര്യ സ്ക്രീനിലുണ്ടോ ആഘോഷിക്കാനുള്ള വകുപ്പുണ്ട്. ആ ഒരു ലെവലിൽ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമ. പല ഗെറ്റപ്പിൽ സൂര്യ വരുന്നുണ്ട്. കിടിലൻ ക്ലൈമാക്സിൽ ഫാൻസിന് ആർത്ത് വിളിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ കിടിലൻ മേക്കിങ്ങോട് കൂടി ഒരു പക്കാ ഫെസ്റ്റിവൽ കൊമേഴ്ഷ്യൽ പടം, അങ്ങനെ പറയാം. ഒരു പക്കാ ഫെസ്റ്റിവൽ കൊമേഴ്ഷ്യൽ പടം, വെൽ മെയ്ഡ് ആയിട്ടുള്ള ഒരു പടം. അതിനകത്ത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരുപാട് ആ ഒരു കഥയുടെ ഒരു പോക്കിന് കുറെ രസംകൊല്ലിയായിട്ടുള്ള എന്തൊക്കെയോ ഉള്ളതുപോലെ ഒരു ഫീൽ ചെയ്യും. സൂര്യ ഉണ്ടോ പടം എൻഗേജ്ഡ് ആണ്. ആ ഒരു ലെവലിൽ പോകുന്ന സിനിമ മൊത്തത്തിൽ ഓവറോൾ ഞാൻ തിയേറ്ററിൽ നല്ലപോലെ എൻജോയ് ചെയ്ത ഒരു സൂര്യ പടം. ഇതിന് മുമ്പ് ഞാൻ അതേപോലെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങിയ ഒരു പടം എന്ന് പറയുന്നത് 24 ആണ്. ഈ പടം പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു കാര്യം അറിയത്തില്ല. എനിക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊരു കൊമേഴ്ഷ്യൽ എന്റർടൈനറിനപ്പുറം ഒരു ഫാന്റസി കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്. ആ ഫാന്റസി എന്നൊരു ലൂപ്പ് ഹോൾ വെച്ചിട്ട് കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റിന്റെ ആ ഒരു ലെവൽ ഉണ്ടല്ലോ, മാസ് മസാലയുടെ, അതിന്റെ ഒരു പീക്ക് സാധനം ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഫാന്റസി എന്ന സാധനം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്ത്, സൂര്യയുടെ സ്റ്റാർഡെ യൂട്ടിലൈസ് ചെയ്ത് നല്ലപോലെ ഒരു കിടിലൻ എന്റർടൈനർ ആണ് ആർ ജെ ബാലാജി ഒരുക്കി വെച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ തന്നെയാണ് ഈ ഒരു സിനിമയുടെ മെയിൻ വില്ലനായിട്ടും വരുന്നത്. ഫസ്റ്റ് ഹാഫ് ഒക്കെ പുള്ളി കിടുക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്കും ക്ലൈമാക്സ് ഒക്കെ എന്തൊക്കെയോ ചെയ്യുന്ന പോലെ ആ ഒരു വില്ലൻ ക്യാരക്ടർ, ആ ഒരു വില്ലൻ ക്യാരക്ടറിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ എന്തൊക്കെയോ ചെയ്തു വയ്ക്കുന്ന ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ക്ലൈമാക്സിന്റെ മേക്കിങ്ങും സൂര്യയുടെ പെർഫോമൻസും എല്ലാം കൊണ്ട് അതൊരു ഹൈ കിട്ടുന്ന ഒരു ക്ലൈമാക്സ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കൂടെ നമ്മുടെ സായി അഭയങ്കറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പീക്ക് പണ്ണൽ ആ ഒരു ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോ ആ പാട്ടൊന്നും എന്റെ വായിന്ന് പോകുന്നില്ല. മറ്റേ വീരപ്പ എക്സ്റ്റൻഡഡ് സംഭവം ഉണ്ടല്ലോ, അത് പടം കണ്ടതിന് ശേഷം പിന്നെ അതിന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ആ സെയിം സാധനം, ആ മ്യൂസിക്, ആ ഒരു ലെവലിൽ പീക്ക് സാധനമാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. സായി അഭയങ്കർ കത്തിച്ചെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പാട്ടുകളായാലും ശരി, ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളായാലും ശരി, ഫുൾ തൂക്കി. സായി അഭയങ്കർ തൂക്കി. സൂര്യയ്ക്ക് ശേഷം ഇത് സായി അഭയങ്കറിന്റെ സിനിമയാണ്. ആ ഒരു ലെവലിൽ ഒരു സിഗ്നേച്ചർ ഐറ്റമാണ് ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. മൊത്തത്തിൽ ഒരു പീക്ക് കൊമേഴ്ഷ്യൽ സംഭവം, ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാം. പിന്നെ കൊമേഴ്ഷ്യൽ പടത്തിൽ വരുന്നതിന്റെ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡ് ഹാഫിലേക്ക് ഉള്ള ആ ഒരു ഫ്ലോ കുറവൊക്കെ മിക്കവാറും ഉള്ള കൊമേഴ്ഷ്യൽ പടങ്ങളിലൊക്കെ വരുന്ന സാധനമാണ്. ആ സാധനം ഇവിടെയും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ലോജിക് ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇതൊരു ഫാന്റസി പടമാണ്. ആ ഒരു രീതി തന്നെ നോക്കി കാണണം. ലോജിക് ഇല്ലായ്മയുടെ അങ്ങേയറ്റം ചിലപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. അതൊരു ഫാന്റസി ലെവലിലാണ് എടുക്കേണ്ടതെന്ന്, ഇതൊരു ഫാന്റസി ക്യാരക്ടറാണ് സൂര്യയുടേത്. ആ ഒരു ലെവലിൽ തന്നെ പടം കണ്ടാലേ ആ ഒരു എന്താ പറയുക വൈബ് നമുക്ക് കിട്ടത്തുള്ളൂ. അതിനകത്ത് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹാപ്പി സാറ്റിസ്ഫൈഡ് ആയിട്ട് തിയേറ്ററിൽ നിന്ന്. ആ ഒരു ലെവലിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമ. സൂര്യ ഫാൻ ആണോ, സൂര്യ ഇഷ്ടമാണോ, പോയി കണ്ടോ. നിങ്ങൾക്കുള്ള ട്രീറ്റ് ആണ് പടം മൊത്തം നിങ്ങൾക്കുള്ള ട്രീറ്റ് ആണ്. ഒരുപാട് റെഫറൻസുകളും ഇപ്പൊ സൂര്യ പടങ്ങളിൽ മാത്രമല്ല, വിജയ്, അജിത്ത്, അങ്ങനെ എല്ലാവരുടെയും ഒരു റെഫറൻസുകളുടെ ഒരു പെരുമഴ തന്നെയുണ്ട്. അതൊക്കെ ചിലതൊക്കെ എനിക്ക് അങ്ങനെ കണക്ട് ആയില്ല, എന്നാലും ചിലതൊക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ടും ആയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ സംഭവം അങ്ങനെ മൊത്തത്തിൽ സൂര്യ ഫാൻസിനുള്ള കംപ്ലീറ്റ് ട്രീറ്റ് ആണ്. ഒരുപാട് നാളിന് ശേഷം സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ തിയേറ്റർ വിട്ട് വരുന്ന ഒരു സൂര്യ പടം 24 ആണ് ലാസ്റ്റ്. ആ ഒരു രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടു കൂടി തിയേറ്റർ വിട്ട ഒരു സൂര്യ പടം എന്ന് പറയുന്നത് റെട്രോ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ലായിരുന്നു. അതെനിക്ക് ഉള്ള പടമായിരുന്നില്ല റെട്രോ എന്ന് പറയുന്നത്. പക്ഷേ ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എന്റെ ടേസ്റ്റ് ആണ്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പീക്ക് സൂര്യ സായി അഭയങ്കർ സംഭവം. പിന്നെ ആർ ജെ ബാലാജിയുടെ മേക്കിംഗ്, പോളപ്പൻ സ്റ്റാൻഡ്, ഇന്റർവൽ ഫൈറ്റ് ഒക്കെ കിടിലൻ രീതിയിൽ ആ ഒരു എലിവേഷൻ ഒക്കെ കൊടുത്തു കിടിലനായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലൈമാക്സിൽ ആ ലുക്ക് വരുമെന്ന് എനിക്ക് നേരത്തെ ട്രെയിലർ കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു. അത് പാളിപ്പോകുമെന്ന് വിചാരിച്ചെങ്കിലും അത് നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സും കത്തിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു പീക്ക് കൊമേഴ്ഷ്യൽ സംഭവം തന്നെ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട്, നിങ്ങൾ പോയി കണ്ടു വെക്കുക. പിന്നെ ഒരുപാട് ഓഡിയൻസ് ഉള്ള ഒരു വലിയൊരു തിയേറ്ററിൽ നിന്ന് കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മലയാളികൾ ഈ ഒരു പടം കണ്ടു തുടങ്ങുമ്പോഴത്തേക്കും
നമ്മളിപ്പോ കേരളം വിട്ട് വന്നില്ലേ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇത് മലയാളം പടമാണോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ മൊത്തം മലയാളം ആർട്ടിസ്റ്റുകളാണ്. നമ്മുടെ ഇന്ദ്രൻ ചേട്ടനുണ്ട്, അതേ കണക്ക് ശിവതയുണ്ട്, സ്വാസികയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പടം തുടങ്ങുമ്പോൾ മൊത്തം മലയാളം ആർട്ടിസ്റ്റുകൾ. ഇത് പടം മാറിപ്പോയോ എന്നൊരു രീതിയിൽ ചിന്തിക്കുന്ന രീതിയിൽ ഉള്ള ഒരു തുടക്കമായിരുന്നു ഈ ഒരു സിനിമയുടെ. അങ്ങനെ ഒരുപാട് മലയാളം ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. അതേപോലെ പിന്നെ തൃഷയുണ്ട്. തൃഷയുടെ റോള് അങ്ങനെ എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട റോളൊന്നും അല്ല, സാധാ ഒരു കൊമേഴ്ഷ്യൽ പടത്തിലെ ഒരു നായിക ലെവലിലുള്ള ഒരു റോള് തന്നെ, ആ ഒരു രീതിയിലുള്ള ഒരു റോള്. അങ്ങനെ മൊത്തത്തില് ഒരു പക്ക കൊമേഴ്ഷ്യൽ ട്രീറ്റ്. എന്തായാലും ഇതിലൂടെ വന്നൊരു കംബാക്ക് സൂര്യ അടിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തർക്കമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു നടന്റെ കംബാക്ക്. ഇനി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വെങ്കി അഡ്ലൂരി, ലക്കി ഭാസ്കറിന്റെ ഡയറക്ടറിന്റെ പടമാണ് അടുത്തത്. അതേപോലെ ജിത്തു മാധവൻ പടം വരുന്നുണ്ട്. ജിത്തു മാധവൻ പടം വേറെ ലെവൽ അടിയടിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതും കൂടെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ വിജയ് അവിടെ തമിഴ്നാട്ടിൽ ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ സൂര്യക്ക് നല്ല രീതിയിൽ കയറി സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പഴയതിനേക്കാളും മുകളിൽ ഒരു പ്രൈം സ്റ്റേജിലേക്ക് സൂര്യക്ക് പോകാൻ സാധിക്കും. അങ്ങനെ പോകട്ടെ, അങ്ങനെ പോയി കാണാൻ തന്നെയാണ് എന്റെ ആഗ്രഹം. ആ ഒരു ലെവലിലുള്ള ഒരു അടി അടിക്കും എന്ന് തന്നെയാണ്, അതായത് കത്തിക്കും. കത്തിക്കും എന്ന് വെച്ചാൽ ആ ഒരു പീക്ക് ഫോമിലേക്ക് സൂര്യ പോകും എന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ. അതിനുള്ള ഒരു തുടക്കം ഇവിടെ ഇട്ടുവെച്ചെന്നാണ് ഈ ഒരു പടം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ആയ കാര്യം.